കഞ്ചിക്കോട് സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് തുരങ്കം വെക്കുമ്പോഴും കർണാടകയിൽ ബ്രൂവറിക്കായി സ്വകാര്യ കമ്പനിയുമായി കൈകോർത്ത് കോൺഗ്രസ്. ബ്രൂവറി സ്ഥാപിക്കുന്നതിന് ഡെൻമാർക്ക് കമ്പനിയായ കാൾസ്ബർഗുമായാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ധാരണയുണ്ടാക്കിയത്. ഇതോടെ 28 ഏക്കർ ഭൂമിയിൽ 600 കോടി രൂപയാണ് കാൾസ്ബർഗിൽ ഇന്ത്യയുടെ നിക്ഷേപം. കേരളത്തിൽ പദ്ധതി മുടക്കാൻ കോൺഗ്രസ് നേതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് കർണാടകയിൽ ബ്രൂവറി ആരംഭിക്കുന്നതിന് സ്വകാര്യ കമ്പനിയുമായി കോൺഗ്രസ് സർക്കാർ ധാരണയുണ്ടാക്കിയിരിക്കുന്നത്. മൈസൂരുവിലെ നഞ്ചൻകോട് 28 ഏക്കർ ഭൂമിയിലുള്ള ബ്രൂവറി വികസിപ്പിക്കാനാണ് ധാരണ. കർണാടക സർക്കാരിന്റെ നിക്ഷേപ സംരംഭം ഇൻവെസ്റ്റ്മെന്റ് കർണാടക 2025-ലാണ് ഇതു സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ചത്. പുതിയ നിക്ഷേപത്തോടെ നഞ്ചൻകോട്ടെ പദ്ധതിയിലേക്ക് കാൾസ്ബർഗ് ഇന്ത്യയുടെ മൊത്തം നിക്ഷേപം 600 കോടി രൂപയായി ഉയരും. കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് രംഗത്തെത്തി. കർണാടകയിൽ ആവാം, പക്ഷേ കേരളത്തിൽ പറ്റില്ലെന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ലെന്ന് മന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവൊന്നും അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർണാടകയിൽ 45ാമത്തെ ഡിസ്റ്റിലറിക്ക് ഇപ്പോൾ ഇന്നലെ 350 കോടിയുടെ വിപുലീകരണം ഇപ്പം അംഗീകാരം കൊടുത്തിട്ടുണ്ട്. നേരത്തെ 250 കോടിയുടെ പ്രോജക്റ്റാണ്, 350 കോടിയുടെ വിപുലീകരണം. അപ്പോൾ എത്രയായി? 700 കോടിയുടേത് അവിടെ വരാം, ഇവിടെ വരാൻ പാടില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേരളത്തിൽ നിക്ഷേപങ്ങളും സംരംഭങ്ങളും വരരുത്, കേരളത്തിൽ വരുമാനമുണ്ടാവരുത്, തൊഴിലുണ്ടാവരുത്, എല്ലാം ഞങ്ങൾ മുടക്കും എന്നതല്ലേ സമീപനം? നഞ്ചൻകോട് ബ്രൂവറിയിൽ പ്രതിവർഷം 8 കോടി ലിറ്റർ ബിയർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉൽപാദനശേഷി വർദ്ധിപ്പിച്ച് കമ്പനിയുടെ പ്രധാന വിപണിയായ കർണാടകത്തിലെ ഉപഭോക്താക്കളുടെ ആവശ്യം നിറവേറ്റുകയാണ് ലക്ഷ്യം. കേരളത്തിൽ ദുർബല ആരോപണങ്ങൾ ഉന്നയിച്ച് കുഴങ്ങി നിൽക്കുന്ന കോൺഗ്രസിന് കർണാടക കോൺഗ്രസിന്റെ നിലപാട് കൂനിന്മേൽ കുരുവാവുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.